ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ MySQL ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ബൈ ഡിഫോൾട്ടായിട്ട് SQLite എന്ന് പറയുന്ന ഡാറ്റാബേസാണ് ജാങ്കോ യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ പ്രൊജക്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് മേക്ക് മൈഗ്രേഷൻസ് എന്നുള്ള കമാൻഡൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം db.sqlite3 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചിട്ട് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു ഡാറ്റാബേസ് ആണ് ജാങ്കോ യൂസ് ചെയ്യുന്നത്, SQLite എന്ന് പറയുന്നതിന്. അപ്പോൾ ആക്ച്വലി അതിനൊരു സെർവറോ കാര്യങ്ങളൊന്നും വേണ്ട, വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഡാറ്റാബേസ് ആണ്. ആക്ച്വലി അത് നമുക്കൊരു ടെസ്റ്റിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ പിന്നെ എന്താ വളരെ ചെറിയ ചെറിയ ആപ്ലിക്കേഷൻ വേണ്ടി മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതേസമയം നമ്മളൊരു വലിയൊരു ആപ്ലിക്കേഷൻ, ഒരു ഇ-കൊമേഴ്സ് പോലത്തെ ഒരു വലിയൊരു ആപ്ലിക്കേഷനൊക്കെ നമ്മൾ പ്രൊഡക്ഷൻ ലെവലിൽ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമോ അല്ല ഒട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഈ പറയുന്ന SQLite യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പല പല ഡാറ്റാബേസസ് ഉണ്ട്, പവർഫുൾ ആയിട്ടുള്ളതും ലാർജ്ലി ഒരുപാട് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഡാറ്റാബേസസ് ഉണ്ട്. അപ്പോൾ അത്തരം ഡാറ്റാബേസാണ് നമ്മൾ പ്രൊഡക്ഷൻ ലെവലിൽ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് PostgreSQL അല്ലെങ്കിൽ MySQL അല്ലെങ്കിൽ MySQL എന്ന് പറയും. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് MySQL എന്ന ഡാറ്റാബേസ്. അത് ആക്ച്വലി ഈ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടി ഫെമിലർ ആയിട്ടുള്ളതും MySQL ആണ്, പോസ്റ്റ്ഗ്രേനേക്കാളും കൂടുതലും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു MySQL ഡാറ്റാബേസ് നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് പല പല മെത്തേഡ്സ് ഉണ്ട്, പല രീതിയിൽ നമുക്കിതിനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ കഴിയും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത്. അതിന് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യുന്നത് Xampp സെർവറാണ്. Xampp സെർവർ യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് തന്നെ നമ്മൾ നോക്കിയാൽ ഇവിടെ MySQL എന്ന് പറയുന്നത് കാണാം. MySQL നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതിനെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കമാൻഡ് ലൈൻ ഇൻ്റർഫേസും കാര്യങ്ങളും അല്ലാതെ ഒരു GUI ആയിട്ട് തന്നെ നമുക്കതിനെ ആക്സസ് ചെയ്യാനും ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ പരിപാടികളെല്ലാം നമുക്ക് ഇതിന് പറ്റും. അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യണം, നിങ്ങൾ ഡൗൺലോഡ് Xampp എന്ന് സെർച്ച് ചെയ്യുക, വിൻഡോസിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ജസ്റ്റ് കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്യും. ഞാനിപ്പോൾ ഫസ്റ്റ് കാണുന്നത് തന്നെ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം താഴെ ഇവിടെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു 160 MB അടുത്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം ഡൗൺലോഡ് ആവുന്നവരെ. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് വേറെ കുറച്ച് വലിയ ഇതൊന്നുമില്ല, സാധാരണ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന Xampp സെർവറും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഫയൽ ഇവിടെ Xampp സെർവറിൻ്റെ നമ്മുടെ ഈ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാൻ സാധാരണ ചെയ്യുന്ന പോലെ ഡബിൾ ക്ലിക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, അത്രയും മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്നതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഇവിടെ അപ്പോൾ നിങ്ങൾ ചില സമയത്ത് നിങ്ങളൊരു വാർണിങ്ങും കാര്യങ്ങളും കാണിക്കും. അത് ആക്ച്വലി നമുക്ക് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഓക്കെ കൊടുത്തുവിടാം. അപ്പോൾ അടുത്തൊരു സെറ്റപ്പ് വിൻഡോ വരും. അതിനകത്ത് നമ്മൾ സാധാരണ ചെയ്യണ പോലെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്കിവിടെ ആക്ച്വലി MySQL മാത്രമല്ല, ഇത് ആക്ച്വലി നമുക്ക് PHP വെച്ചിട്ട് നമുക്ക് വെബ് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ Xampp യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് എക്സ്ട്രാ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്കിവിടെ ആക്ച്വലി ആവശ്യമുള്ള ഈ MySQL മാത്രമാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ അപ്പാച്ചി സെർവർ ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് എന്താ പറയുക ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ സെർവർ എന്നുള്ള സെക്ഷനകത്ത് അപ്പാച്ചി ഓൾറെഡി ഉണ്ട്, അതുപോലെ MySQL, ഇത് രണ്ടും ചെക്ക് ചെയ്തിടാൻ ശ്രമിക്കുക. ബാക്കിയുള്ളതെല്ലാം നമുക്ക് വേണമെങ്കിൽ അൺചെക്ക് ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് PHP എന്നുള്ളത് ഡിഫോൾട്ടായിട്ട് കിടക്കുകയാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പേൾ നമുക്ക് ഡിസേബിൾ ചെയ്യാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ഈ PHP MyAdmin എന്നുള്ള ഓപ്ഷനും ചെക്ക് ചെയ്യുക, ബാക്കിയെല്ലാം ഡിസേബിൾ ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഒരു പാത്ത് കൊടുക്കുക. പാത്ത് നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ തന്നെ വരും. നെക്സ്റ്റ് കൊടുക്കുക. എനിക്കിവിടെ ഇങ്ങനെ ഒരു എറർ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എറർ വരുന്നത്. അതുകൊണ്ട് ഞാനത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നില്ല, വേറെ ഒന്നുമില്ല. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക, സാധാരണ ഇൻസ്റ്റാൾ ചെയ്യണമല്ലോ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് Xampp സെർച്ച് ചെയ്യാം. Xampp ആക്ച്വലി സെർച്ച് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. അത് ആക്ച്വലി നമ്മുടെ
സി ഡ്രൈവിനകത്ത് സാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ കാണും. അതിനകത്തായിരിക്കും ഇത് ആക്ച്വലി ഇവിടെ എന്താ പറയുക ആ ഒരു ഫയൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സി ഡ്രൈവ് എടുക്കുക, സി ഡ്രൈവിൽ സാമ്പ് എന്ന് പറഞ്ഞ ഫോൾഡർ ഓപ്പൺ ആക്കാം. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കാണാം സാമ്പ് സ്റ്റാർട്ട്, സാമ്പ് കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സാമ്പ് കൺട്രോൾ ആണ് നമുക്ക് ആക്ച്വലി ഓപ്പൺ ആക്കുന്നത്. ഞാൻ അത് നേരത്തെ ഓപ്പൺ ആക്കി ഇവിടെ ടാസ്ക് ബാറിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ആക്കുന്നതേ ഉള്ളൂ. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യമേ നമ്മുടെ അപ്പാച്ചി സെർവറും MySQL സെർവർ ഓൺ ആക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാം ഏത് പോർട്ടിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ റൺ ചെയ്യുമ്പോൾ നമുക്കറിയാം 3306 എന്ന് പറഞ്ഞ പോർട്ടിൽ MySQL സെർവർ ഇവിടെ റണ്ണിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഒരു ഗ്രീൻ കളറിലൊരു കാണാം അത് റണ്ണിങ് ആണോ ഇല്ലയെന്ന്. അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് റണ്ണിങ് ആണോ ഇല്ലയെന്ന്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ട, ലോക്കൽ ഹോസ്റ്റ് എന്ന് മാത്രം സെർച്ച് ചെയ്യുക. ലോക്കൽ ഹോസ്റ്റ് പോർട്ടൊന്നും ഡിഫൈൻ ചെയ്യേണ്ട, ജസ്റ്റ് ലോക്കൽ ഹോസ്റ്റിന് സെർച്ച് ചെയ്യാൻ എൻ്റർ അടിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എല്ലാം കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനുശേഷം നമ്മളിവിടെ PHP MyAdmin എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതേ ക്ലിക്ക് ചെയ്യാം. അതേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ MySQL ആയിട്ടുള്ള ഒരു GUI അല്ലെങ്കിൽ പിന്നെ GUI ഇൻ്റർഫേസ് നമുക്കിവിടെ ഓപ്പൺ ആയി വരും. ഇവിടെ എന്താ ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ഡേറ്റാബേസും കാര്യങ്ങളും കാണുന്നത്. നിങ്ങൾക്ക് ഇത്രയൊന്നും കാണില്ല, ഞാനിത് ഓൾറെഡി കുറേ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഒരുപാടെണ്ണം കാണുന്നത്. അത് കാര്യമാക്കണ്ട. ഇവിടെ ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഡേറ്റാബേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റാബേസും കാര്യങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണാം. ഇവിടെ ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ YouTube_demo എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നെയിമിംഗ് കൺവെൻഷൻസും കാര്യങ്ങളും ഈ വേരിയബിൾസും അതിനും ഒക്കെ ഉപയോഗിച്ച് നമുക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാം തന്നെ ഇപ്പോൾ 2 വാക്കാണെങ്കിൽ അണ്ടർസ്കോർ യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. കൊടുക്കുമ്പോൾ നമുക്ക് ഡേറ്റാബേസ് ക്രിയേറ്റഡ് ആയെന്ന് പറഞ്ഞാൽ കാണാം. അതായത് ഇവിടെ നോക്കി അറിയാം, ലിസ്റ്റിനകത്ത് നോക്കി ഏറ്റവും താഴെ കാണാം YouTube_demo. അതേ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ആക്ച്വലി ഇതിനകത്ത് വേറെ ടേബിൾസും കാര്യങ്ങളൊന്നും നിലവിലില്ല. നമുക്കത് വേണം. നമുക്കത് എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് നോക്കാം. ആക്ച്വലി നമ്മൾ സെർവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് MySQL സെർവറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ Django ആപ്ലിക്കേഷനിൽ ലിങ്ക് ചെയ്യാമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ വെർച്വൽ എൻവയോൺമെൻറ്റ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ ആദ്യമേ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ MySQL പിപ്പ് ഇൻസ്റ്റാൾ MySQL എന്നാണ് തോന്നുന്നു. ഓക്കെ, അങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു Django പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. Django-admin YouTube_demo എന്നാണ് ഞാനിവിടെ പേര് കൊടുക്കുന്നത്. പേര് നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ജസ്റ്റ് എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തത് ബിൽഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് പോയി നോക്കാം. YouTube ഡെമോ ജസ്റ്റ് നമുക്ക് നമ്മുടെ കോഡ് എഡിറ്ററിൽ ഓപ്പൺ ആക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആക്ച്വലി ഉള്ള നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കി അറിയാം 2 ഫോൾഡറുകളേ ഉള്ളൂ, YouTube_demo എന്നും അതുപോലെ manage.py എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ മേക്ക് മൈഗ്രേഷൻസ് അടിക്കുമ്പോൾ ഇവിടെയാണ് db.sqlite എന്നുള്ള ഫയൽ വരുന്നത്. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആക്ച്വലി ആവശ്യമില്ല, കാര്യം ഡിഫോൾട്ടായിട്ട് നമ്മുടെ SQLite ആണ്. അത് മാറ്റി നമ്മൾ ഈ പറയുന്ന MySQL ആണ് നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടത്. അതിന് നമ്മൾ settings.py എന്നുള്ള ഫയൽ ഓപ്പൺ ആക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഡേറ്റാബേസസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഡിഫോൾട്ട് എന്ന് പറഞ്ഞ് കാണാം Django.db.backends.sqlite3 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ SQLite3 എന്നുള്ള മാറ്റി MySQL ആക്കുക. MySQL എന്നാക്കുക. അതിനുശേഷം ജസ്റ്റ് സേവ് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇവിടെ നെയിം എന്നുള്ളതാണ്. നെയിം ഓൾറെഡി ഉണ്ട്, അത് ജസ്റ്റ് പേര് മാറ്റിയാൽ മാത്രമേ. എന്നാൽ ഇവിടെ കൊടുക്കേണ്ട പേരെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റാബേസിൻ്റെ പേരാണ്. അതായത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തൊരു പേരുണ്ടല്ലോ ഡേറ്റാബേസ്, YouTube_demo, അത് അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുക. ശ്രമിക്കില്ല YouTube_demo പേര് കൊടുത്തു. അടുത്താണ് നമുക്ക് വേണ്ട ഹോസ്റ്റാണ്. ഹോസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ SQLite പോലെയല്ല, MySQL എന്ന് പറഞ്ഞ ഒരു സെർവറിലാണ് റൺ ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ സാമ്പിനകത്ത് സെർവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ സെർവർ എന്ന് പറയുന്ന ലോക്കൽ ഹോസ്റ്റാണ് ഇപ്പോൾ ഓടുന്നത്. അതുപോലെ തന്നെ അതിനൊരു പോർട്ട് ഉണ്ട്, 3306 എന്നാണ് ഡിഫോൾട്ടായിട്ടുള്ള പോർട്ടും വരുന്നത്. അപ്പോൾ ആ ഹോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നതിൽ അവിടെ നമ്മുടെ ആ IP അഡ്രസ് കൊടുക്കുക. ഞാനിപ്പോൾ ലോക്കൽ ഹോസ്റ്റ് ആണ് 127.0.0.1 എന്ന് മാത്രം കൊടുക്കുക. അപ്പോൾ നമ്മൾ പോർട്ടും കാര്യങ്ങളും ഡിഫൈൻ ചെയ്യേണ്ട, ജസ്റ്റ് ഇത്രയും കൊടുക്കുക. ഓക്കെ,
കോമ കൊടുക്കുക. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു 3306 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ടിലാണ് ഡിഫോൾട്ടായിട്ട് റൺ ചെയ്യണമെന്നത്. 3306 കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സാം സെർവർ എടുക്കുക, ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞ് കാണാം 3306 എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഞാൻ ആ പോർട്ടും കൊടുത്തു. അടുത്ത നമുക്ക് യൂസർ നെയിമും പാസ്വേഡും ആണ്. ബൈ ഡിഫോൾട്ട് യൂസർ നെയിം എന്ന് പറയുന്നത് റൂട്ട് എന്നായിരിക്കും. എല്ലാ സിസ്റ്റത്തിലും റൂട്ട് എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റൂട്ട് എന്ന് ഞാനിവിടെ കൊടുത്തു. നിങ്ങളത് വേറെ സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡും എന്താ പറയുക യൂസർ നെയിമും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം പാസ്വേഡ് കൊടുക്കാം. പാസ്വേഡ് എന്ന് പറഞ്ഞു കൊടുത്തു. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി സ്ട്രിങ് ആണ് സാധാരണഗതിയിൽ വരുന്നത്. സോ ഞാനത് അങ്ങനെ കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ സേവ്. ഇത്രയും കോൺഫിഗറേഷൻസ് ആണ് നമുക്ക് ആക്ച്വലി നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റിനകത്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി നമുക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്ത് നോക്കാം. മൈഗ്രേറ്റ് ചെയ്യാം. python -.py മേക്ക് മൈഗ്രേഷൻ അല്ല, നമ്മൾ ആദ്യം മൈഗ്രേറ്റ് എന്നുള്ള കമാൻഡാണ്. മൈഗ്രേറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്കറിയാം സാധാരണ മൈഗ്രേഷൻ നടക്കണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കറക്റ്റായിട്ട് റൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം നമ്മുടെ എന്താ പറയുക എല്ലാം സാധാരണ നമുക്ക് കാണാം കുറേ സാധനങ്ങൾ. അതായത് യൂസേഴ്സും യൂസർ പെർമിഷൻ അങ്ങനെ ഡിഫോൾട്ടായിട്ടുള്ള കുറേ ടേബിൾസും കാര്യങ്ങളും ജാങ്കോ ബിൽഡ് ചെയ്യുന്ന അറിയാം നമുക്ക്. അതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കിയാൽ അറിയാം നമുക്കിവിടെ പുതിയ ഫയൽ വന്നിട്ടുണ്ടെന്നോ. ബൈ ഡിഫോൾട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇവിടെ db.sqlite3 എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ബിൽഡാകും. പക്ഷേ ഇവിടെ അത് ബിൽഡായിട്ടില്ല. നമുക്കിന്ന് റൺ ചെയ്ത് നോക്കാം എല്ലാം കറക്റ്റ് ആണോ എന്ന്. python -.py റൺ സെർവർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നമില്ലാണ്ട് റൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇതിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി നോക്കാം. ഇപ്പോൾ ഒന്ന് റീഫ്രഷ് ഈ പേജിൽ വന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരുപാട് ടേബിൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ അറിയാം. അതായത് എന്താ പറയുക ഈ പറയുന്ന എല്ലാ സാധനവും വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ അഡ്മിൻ പാനൽ എടുത്ത് നോക്കിയാലും കാണാവുന്ന അതേ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്കൊരു ഇവിടെ ഒരു അഡ്മിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, python -.py ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഞാൻ അഡ്മിൻ തന്നെ കൊടുത്തു. admin@gmail.com. പാസ്വേഡ് admin123. ഓക്കെ, നമ്മുടെ ഇവിടെ സൂപ്പർ യൂസറിന് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സെർവർ റൺ ചെയ്തു. നമ്മളിവിടെ അഡ്മിനിൽ കയറി നോക്കാം. നമുക്ക് അഡ്മിനിൽ നോക്കിക്കഴിഞ്ഞാൽ അഡ്മിൻ ലോഗിൻ ചെയ്യാൻ നമുക്കെല്ലാം വർക്കിംഗ് ആണോ നോക്കാം. ഓക്കെ, അഡ്മിൻ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു പുതിയ യൂസറിനെ ഒരു സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് റീഫ്രഷ് ചെയ്യാം. ഇവിടെ നമ്മുടെ auth_user എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ അറിയാം നമ്മുടെ ഇവിടെ യൂസറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. കാര്യം ID 1 നമുക്കറിയാം. ID എന്ന് പറഞ്ഞാൽ ഓട്ടോ ജനറേറ്റഡ് ആണ്. ID വന്നിട്ടുണ്ട്. പാസ്വേഡ് ഹാഷ് ചെയ്തൊരു ഫോർമാറ്റിലാണ്. അതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ യൂസർ നെയിം ഇവിടെ വന്നിട്ടുണ്ട്, അഡ്മിൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്കിവിടെ പുതിയൊരു യൂസറെ ക്രിയേറ്റ് ചെയ്താലൊക്കെ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇവിടെ യൂസർ എടുത്തു, ഞാൻ പുതിയൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ യൂസർ എന്ന് പറഞ്ഞ് കൊടുത്തു. പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഓക്കെ, പുതിയൊരു യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം അവിടെ. ഓക്കെ, പുതിയ യൂസർ ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂ യൂസർ കാര്യങ്ങളെല്ലാം എല്ലാ ഡേറ്റ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് പുതിയൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത ആപ്പിനകത്ത് ഒരു എന്താ പറയുക പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ എന്ത് ചെയ്യും യൂട്യൂബിൽ നിന്നുള്ള ഹോം എടുത്ത സമയത്ത് കുറേ സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാത്ത പക്ഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ആപ്പ് ബിൽഡ് ചെയ്തിട്ട് ആപ്പിനകത്ത് models.py എന്ന് പറഞ്ഞിട്ട് ഫയൽ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു MySQL ഡാറ്റാബേസിനെ നമ്മുടെ ജാങ്കോ പ്രൊജക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ജസ്റ്റ് തുടങ്ങുന്ന സമയത്താണ് ഈ SQLite യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ചെയ്തൊരു ഐഡിയ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ MySQL അല്ലെങ്കിൽ PostgreSQL അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത്തരം കാര്യങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.